ഗ്രീൻസ് തിയറം ഇൻ ദ പ്ലെയിൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഗ്രീൻസ് തിയറം നോക്കാം. അതിനുശേഷം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രീൻസ് തിയറം, എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ആദ്യം ഗ്രീൻസ് തിയറം. സപ്പോസ് ദാറ്റ് C is a piecewise smooth simple closed curve bounding a simply connected region R if PQ dou P by dou Y and dou Q by dou X are continuous on R, then integral over C P dx plus Q dy equal to double integral over R dou Q by dou X minus dou P by dou Y dA. അപ്പോൾ ഇവിടെ ഗ്രീൻസ് തിയറം യൂസ് ചെയ്യുന്നത് ഇത് ലൈൻ ഇൻറ്റഗ്രൽ ആണ് അല്ലേ. പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് അല്ലേ. വേർ എഫ് ഇസ് ഈക്വൽ ടു പി ഐ പ്ലസ് ക്യൂ ജെയും, അതുപോലെ തന്നെ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഇത് വരുന്നത്, പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. അതായത് ലൈൻ ഇൻറ്റഗ്രൽ ആണ്. ഈ ലൈൻ ഇൻറ്റഗ്രൽ നമുക്ക് ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ, ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ലൈൻ ഇൻറ്റഗ്രൽ ആയിരിക്കും, അതായത് സിംഗിൾ ഇൻറ്റഗ്രേഷൻ ആണ് നല്ല ബുദ്ധിമുട്ട് വരിക അല്ലേ. ചിലത് നമുക്ക് വേഗം സോൾവ് ചെയ്യാൻ കഴിയും, പക്ഷെ ചിലത് എന്തായിരിക്കും, നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത്തരത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഡിഫിക്കൽട്ട് ആ ഒരു മെത്തേഡിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു സിംഗിൾ ഇൻറ്റഗ്രേഷനെ നമ്മൾ ഡബിൾ ഇൻറ്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ ഗ്രീൻസ് തിയറത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പി ഡി എക്സ് എന്നുള്ളതിനെ ക്യൂ ഡി വൈ, അപ്പോൾ ഈ പീനെ എന്ത് കൊടുക്കുക, ഡോ പി ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് പാർഷ്യലി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആൻഡ് ഡോ ക്യൂ ബൈ ഡോ എക്സ് അത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് അതിനെ ഡബിൾ ഇൻറ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കണം, സി എന്ന് പറയുന്നത് സി ഈസ് എ പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആയിരിക്കണം. ഒരു ക്ലോസ്ഡ് ആൻഡ് പീസ് വൈസ് സ്മൂത്ത് കർവ് ആയിരിക്കണം. അതുപോലെ തന്നെ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ഓൺ ആർ. അപ്പോൾ നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ക്ലിയർ ആവും. നമുക്ക് ഇങ്ങനെ ഒരു കർവാണ് അല്ലേ, ഇങ്ങനെ ഒരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ എ ടു ബി. അപ്പോൾ ഇതിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ ഇൻറ്റഗ്രൽ യൂസ് ചെയ്യുക. പിന്നെ ഇതൊരു ലൂപ്പ് ആവുക, അതായത് എന്ത് വരിക, ഒരു സിമ്പിൾ ക്ലോസ്ഡ് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെ കേസാണ് കേട്ടോ, കാരണം നമ്മൾ ഇങ്ങനെയാണ് സാധാരണ റൊട്ടേഷൻ പറയല്ലേ. ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ വരക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഏരിയ ഉണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്, ആർ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീജിയനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റീജിയൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈൻ ഇൻറ്റഗ്രൽ ഇതുപോലെ തന്നെയാണ് വരിക. ഇനി അല്ല, ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലല്ല, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ വരിക പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഭാഗത്തായിട്ടായിരിക്കും എന്ത് വരുന്നത്, റീജിയൻ അല്ലേ, ആ ഒരു ഉള്ളിലുള്ള പോർഷൻ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവും കൂടെ കൊടുക്കേണ്ടി വരും, ആൻറ്റി ക്ലോക്ക് വൈസിലാണെന്നുണ്ടെങ്കിൽ. അല്ല, ക്ലോക്ക് വൈസിലാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വരും. ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെ കേസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു കർവിൻ്റെ ഒരു കർവ് എന്ന് പറഞ്ഞാൽ ഒറ്റ കർവ് പറഞ്ഞാൽ അവിടെ എന്തായി, ലൈൻ ഇൻറ്റഗ്രലായി. അതിനെ നമ്മളൊരു ലൂപ്പിലേക്ക് അല്ലേ, അതായത് ക്ലോസ്ഡ് സിമ്പിൾ ക്ലോസ്ഡ് കർവായിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു റീജിയനും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻറ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സിംഗിൾ ഇൻറ്റഗ്രലിനെ ഡബിൾ ഇൻറ്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി വെരിഫൈ ഗ്രീൻസ് തിയറം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതും ചെയ്യണം, അതിനുശേഷം ഇതും ചെയ്യണം, എന്നിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് വെരിഫൈ ഗ്രീൻസ് തിയറം എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത്. അല്ലാത്ത കേസിൽ യൂസിങ് ഗ്രീൻസ് തിയറം ടു ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തന്നിട്ടുള്ള ലൈൻ ഇൻറ്റഗ്രൽ എന്തായാലും ടഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലും വൈയിലും ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം ഡബിൾ ഇൻറ്റഗ്രൽ ചെയ്യുക. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൂഫ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് തിയർ ആണ്. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഗ്രീൻസ് തിയറം തന്നെ ചോദിക്കാം. ഇത് നെയ്മഡ് തിയർ ആണ്, അതുകൊണ്ട് തന്നെ നെയ്മഡ് തിയർ ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ തരില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റും കൂടെ പഠിച്ചു വെക്കണം. അതിനുശേഷം പ്രൂഫ് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി പ്രൂഫ് നോക്കാം. പ്രൂഫ് വരുന്നത് നമ്മൾ റീജിയൻ ഓഫ് ടൈപ്പ് 1ഉം റീജിയൻ ഓഫ് ടൈപ്പ് 2ഉം പറഞ്ഞത് അല്ലേ, അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സപ്പോസ് ആർ can be defined as, R നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് R such that g1 of x less than or equal to y less than or equal to g2 of x and ഇവിടെ തന്നെ a less than or equal to x less than or equal to b. അതായത് ഫസ്റ്റ് നമുക്ക് y നമ്മൾ എന്താക്കി എടുക്കുകയാണ്, വേരിയബിൾ
ലിമിറ്റും അതുപോലെ തന്നെ എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റ് ആക്കി എടുക്കുക. അടുത്ത റീജിയൻ എന്ന് പറയുന്നത് എക്സിന് വേരിയബിൾ ലിമിറ്റും വൈന് എന്ത് കൊടുക്കുക കോൺസ്റ്റന്റ് ലിമിറ്റ്. ഇങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. ആൻഡ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. ഇത് റീജിയൻ ഓഫ് ടൈപ്പ് 1ഉം ഇത് റീജിയൻ ഓഫ് ടൈപ്പ് 2 ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ പിക്ചർ വരുന്നത് നമ്മൾ വരച്ചതായിരുന്നു ടൈപ്പ് 1 ടൈപ്പ് 2. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാണ് ദ റീജിയൻ ടൈപ്പ് 1. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ വൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ അല്ലേ. ഡോ പി ബൈ ഡോ വൈ ഡി എ ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം റീജിയൻ ഓഫ് ടൈപ്പ് 1 കൺസിഡർ ചെയ്യണം. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഇതെടുക്കുക, ഡോ പി ബൈ ഡോ വൈ ഡി എ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതായത് എന്തുവരും? ഡബിൾ ഇന്റഗ്രൽ റീജിയൻ ഓഫ് ടൈപ്പ് 1 ആണ് അല്ലേ. അപ്പോൾ എന്തുവരും? എ ടു ബി ഇന്റഗ്രൽ g1 ഓഫ് എക്സ് ടു g2 ഓഫ് എക്സ് ഡോ പി ബൈ ഡോ വൈ ഡി എ ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡോ പി ബൈ ഡോ വൈ ഡി എ എന്ന് പറയുന്നിടത്ത് എന്തായിട്ട് മാറും? ഡി എ റീജിയൻ ഓഫ് ടൈപ്പ് 1 ആകുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഡി വൈ ഡി എക്സ് ഇങ്ങനെയാവില്ലേ. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി. ആദ്യം ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. ഇത്രയും പോർഷനെ എന്ത് വരും? ഇത്രയും ഭാഗത്തിന് നമ്മൾ ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഇന്റഗ്രൽ g1 ഓഫ് എക്സ് ടു g2 ഓഫ് എക്സ് ഡോ പി ബൈ ഡോ വൈ ഡി വൈ വരും. അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പി ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ആണ് അല്ലേ. പി ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു g1 ഓഫ് എക്സ് ടു g2 ഓഫ് എക്സ് ഡി എക്സ് വൈ ഈക്വൽ ടു ഇത് നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രൽ എ ടു ബി ആദ്യം എന്ത് വരും? പി ഓഫ് എക്സിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കുക? എക്സ് തന്നെ. വൈ എന്താ? g2 ഓഫ് എക്സ് ആയി മാറില്ല. അപ്പൊ എന്തൊരു? പി ഓഫ് എക്സ് g2 ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് g1 ഓഫ് എക്സ് ഡി എക്സ് വരും. പി ഓഫ് എക്സ് g1 ഓഫ് എക്സ് ഡി എക്സ് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ രണ്ട് ടേം ആയി അല്ലേ. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് g2 ഓഫ് എക്സ് ഡി എക്സ് മൈനസ് അടുത്ത ടേം എന്തെങ്കിലും ഇന്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് g1 ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് g1 ഓഫ് എക്സ് ഡി എക്സ് ക്ലിയർ. ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു ഇവിടുന്ന് ഇന്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് g2 ഓഫ് എക്സ് ഡി എക്സിന് ഞാൻ ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇതിനെ മൈനസ് ഒരു മൈനസ് ഔട്ട് സൈഡ് എടുക്കുകയെന്നുണ്ടെങ്കിൽ എന്ത് വരും? ലിമിറ്റ് ചേഞ്ച് വരും അല്ലേ. മൈനസ് ഇന്റഗ്രൽ ബി ടു എ പി ഓഫ് എക്സ് g2 ഓഫ് എക്സ് ഡി എക്സ് എഴുതാം. എന്തെഴുതാം? ഇന്റഗ്രൽ ഇവിടെ ഒരു മൈനസ് ഔട്ട് സൈഡ് വരും. മൈനസ് ഇന്റഗ്രൽ ബി ടു എ പി ഓഫ് എക്സ് g2 ഓഫ് എക്സ് ഡി എക്സ് വരും. ഓക്കെ, അടുത്ത ടേം എന്തുണ്ടാവും? അതുപോലെ തന്നെ മൈനസ് ഇന്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് g1 ഓഫ് എക്സ് ഡി എക്സ് പിന്നെ അതുപോലെ തന്നെ എഴുതി. ഈക്വൽ ടു ഇപ്പൊ ഇതിൽ എന്തുണ്ട്? ഒരു മൈനസ് കോമൺ ആണ് അല്ലേ. ആ മൈനസിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. മൈനസ് അപ്പൊ ആദ്യം വരുന്നത് നമുക്ക് ഇവിടെ മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ ഇത് മൈനസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇത് പ്ലസ് ആയി പോകില്ല. അപ്പൊ നമുക്ക് ആദ്യം ഇത് എഴുതാം, ആ ലാസ്റ്റ് ടേം എഴുതാം. അതായത് ഇന്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് g1 ഓഫ് എക്സ് ഡി എക്സ് അത് ആദ്യം എഴുതാം. ടേം എഴുതി അല്ലേ. മൈനസ് ഇന്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് g1 ഓഫ് എക്സ് ഡി എക്സ്. അടുത്തത് എന്ത് വരും? പ്ലസ് ഈ ഒരു ടേം കൂടെ ഉണ്ടാവും. പ്ലസ് എന്ത് വരും? പി ഓഫ് എക്സ് ഇന്റഗ്രൽ ബി ടു എ പി ഓഫ് എക്സ് g2 ഓഫ് എക്സ് ഡി എക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഇവിടെ പ്ലസ് ഇന്റഗ്രൽ ബി ടു എ പി ഓഫ് എക്സ് g2 ഓഫ് എക്സ് ഡി എക്സ് എഴുതി. അപ്പൊ ഇതെന്തായി? ഇത് നോക്ക്, ഇതെന്താണ്? മൈനസ് എ ടു ബി പി ഓഫ് എക്സ് g1 ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ബി ടു എ പി ഓഫ് എക്സ് g2 ഓഫ് എക്സ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? എ ടു ബിയും ബി ടു എയും ആണ് അല്ലേ. അപ്പൊ അതെന്തായി പോയി? ലൂപ്പായില്ലേ. റീജിയൻ ഓഫ് ടൈപ്പ് 1 ആയി. എ ടു ബി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെയാണ് സപ്പോസ് ബി എങ്കിൽ ബി ഇവിടെയാണ്. അപ്പൊ എ ടു ബി ദെൻ ബി ടു എ എന്ന് പറഞ്ഞാൽ അതെന്തായി? കംപ്ലീറ്റ് ഒരു ലൂപ്പായി അല്ലെ. അപ്പൊ നമുക്ക് ഇത് എന്ത് എഴുതാം? ഈക്വൽ ടു മൈനസ് ഇതൊരു ലൂപ്പാണ്, ക്ലോസ്ഡ് ലൂപ്പാണെന്ന് കിട്ടി. ഓക്കെ, ക്ലോസ്ഡ് എന്താന്ന് കിട്ടിയിട്ട് ഇന്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ് അല്ലെ. എക്സ് വൈ എന്നുള്ള ആ ഒരു ടേമിലുള്ള നമുക്ക് എന്താന്ന് കിട്ടിയ ഒരു കംപ്ലീറ്റ് ക്ലോസ്ഡ് ലൂപ്പാണെന്ന് കിട്ടി. അപ്പൊ ഇതിന് എന്ത് എഴുതാം? മൈനസ് ഇന്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? പിന്നെ ഇത് വായിച്ച് എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കംപ്ലീറ്റ് ഇതിൽ തന്നെ എഴുതിയത്. അപ്പോൾ നമ്മൾ ആദ്യം റീജിയൻ ഓഫ് ടൈപ്പ് 1 എന്താ ചെയ്തത്? റീജിയൻ ഓഫ് ടൈപ്പ് 1 ചെയ്തപ്പോൾ ആദ്യം ഈ ടേം എടുത്തു അല്ലേ. മൈനസ് ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു എന്താന്ന് എഴുതി?
ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ പി ബൈ ഡോ വൈ ഡി എ കാൽക്കുലേറ്റ് ചെയ്യുക. അത് റീജിയൻ ഓഫ് ടൈപ്പ് 1 ചെയ്തപ്പോൾ എന്ത് വന്നു? ഇന്റഗ്രൽ എ ടു ബി ആണ് എക്സിന്റെ ലിമിറ്റ് ആൻഡ് ഇന്റഗ്രൽ g1 of x to g2 of x ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ്. ഫസ്റ്റ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്താണ്? പി ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ആണ്. ഇത് റെസ്പെക്ട് g1 of x to g2 of x. അതിന് ലിമിറ്റ് കൊടുത്തു. വൈനാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് g2 of x മൈനസ് പി ഓഫ് എക്സ് g1 of x എന്ന് വരും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് g2 of x dx മൈനസ് ഇന്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്തു? അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലെ, സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഈക്വൽ ടു ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് കംപ്ലീറ്റ് ഒരു ലൂപ്പ് ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഒരു മൈനസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് ചേഞ്ച് വരും, ബി ടു എ ആയിട്ട് കൺവേർട്ട് ചെയ്യും. മറ്റേതിന് ഇതിന് അതുപോലെ തന്നെ എഴുതി, ഇതിനെ അതുപോലെ തന്നെ എഴുതി അല്ലേ. ഈക്വൽ ടു മൈനസ് എന്നൊരു മൈനസ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എ ടു ബി ബി ടു എ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ടേമിന് എഴുതി, അതിനുശേഷം ഇതിനെഴുതി. അപ്പോൾ അതൊരു കംപ്ലീറ്റ് ലൂപ്പായി. ഇതാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഫസ്റ്റ് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ പി ബൈ ഡോ വൈ ഡി എ ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ പി ബൈ ഡോ വൈ ഡി എ ഇസ് ഈക്വൽ ടു ഓവർ സി പി ഡി എക്സ് ആണ് കിട്ടി അല്ലേ. പി ഓഫ് മൈനസ് ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുക. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് എടുക്കാം. ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡി എ ഈക്വൽ ടു, അപ്പോൾ എങ്ങനെ വരും? ഇന്റഗ്രൽ ടൈപ്പ് 2ലാണ് അത് ചെയ്യുന്നത്. ടൈപ്പ് 2 ചെയ്യുമ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു നമ്മൾ എന്ത് ചെയ്യണം? വൈൻ്റെ ലിമിറ്റ് കൊടുക്കണം അല്ലേ. ഇന്റഗ്രൽ വിത്ത് സി ടു ഡി ദെൻ എന്ത് വരും? h1 of y to h2 of y ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡി എക്സ് ഡി വൈ എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു ഇതിന് നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു ഇന്റഗ്രൽ സി ടു ഡി ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും? ക്യൂ ഓഫ് എക്സ് വൈ അല്ലേ. ക്യൂ ഓഫ് എക്സ് വൈ ഇത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് എന്തായാലും h1 of y to h2 of y എന്ന് എഴുതാം അല്ലേ. ഡി വൈ എന്ന് എഴുതാം. ഈക്വൽ ടു ഇന്റഗ്രൽ സി ടു ഡി ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് ക്യൂ ഓഫ് h2 of y y മൈനസ് ക്യൂ ഓഫ് h1 of y y എന്ന് വരും അല്ലേ. ഡി വൈ എന്ന് വരും. ഈക്വൽ ടു ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേഷനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഈക്വൽ ടു ഇവിടെ നമ്മൾ ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തൊരു? ഇന്റഗ്രൽ സി ടു ഡി ക്യൂ ഓഫ് h2 of y y ഡി വൈ മൈനസ് എന്തുവരും? ഇന്റഗ്രൽ സി ടു ഡി ക്യൂ ഓഫ് h1 of y y ഡി വൈ അല്ലേ. ആ മൈനസിന് ഞാൻ പ്ലസ് ആക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേഷന്റെ ലിമിറ്റ് സി ടു ഡി എന്നുള്ളത് എന്താക്കി കൊടുത്താൽ മതി? ഡി ടു സി എന്നാക്കിയാൽ മതി അല്ലേ. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതൊരു ഇന്റഗ്രൽ ഡി ടു സി ക്യൂ ഓഫ് h1 of y y ഡി വൈ അല്ലേ. അതായത് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്? സി ടു ഡി ആൻഡ് ഡി ടു സി. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നേരത്തെ പോലെ നെഗറ്റീവ് ഔട്ട് സൈഡ് എടുക്കാനൊന്നുമില്ല അല്ലേ. സി ടു ഡി ആൻഡ് ഡി ടു സി എന്നാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒരു ലൂപ്പായി, സെക്കൻഡ് ടൈപ്പ് ആയി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡി എ ഈക്വൽ ടു ഇത് എന്താന്ന് കിട്ടി? ഇന്റഗ്രൽ ഓവർ സി എന്നെഴുതാം. therefore ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡി എ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി ഇതെന്താ വരുന്നത്? ക്യൂ ഓഫ് എക്സ് വൈ ഡി വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷനും കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ഇക്വേഷൻ വരുന്നത് ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് സി ഡി എ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി ക്യൂ ഡി വൈ എന്ന് കിട്ടി അല്ലേ. ഇതാണ് ഇക്വേഷൻ നമ്പർ 2 വരുന്നത്. ഫ്രം 1 and 2 ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ മൈനസ് ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് ആണ്. അപ്പോൾ ആ മൈനസിന് നമുക്ക് ഇങ്ങോട്ട് എഴുതിയാലും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം? ഫോർ ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തൊരു 1 + 2 ചെയ്താൽ മതി. അപ്പോൾ എന്തൊരു പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഇത് മൈനസ് ആണ്, ഇത് മൈനസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് എഴുതാം. ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ എന്ന് വരും. ഓക്കെ, ഇതാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. ക്ലിയർ ആയില്ലേ?
നമ്മൾ ആദ്യം എന്ത് ചെയ്തു, റീജിയൻ ഓഫ് ടൈപ്പ് 1 ഈ ഒരു ടേം നമുക്ക് കിട്ടി. അതിനുശേഷം റീജിയൻ ഓഫ് ടൈപ്പ് 2 സെക്കൻഡ് QD/Yയും കിട്ടി. അതിനുശേഷം നമ്മൾ 1 and 2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രീൻസ് തിയറം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് തിയറാണ്. തിയറം എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഗ്രീൻസ് തിയറം ആൻഡ് സ്റ്റോക്സ് തിയറം ഒക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ ആ തിയറംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറം ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദിക്കാറുള്ളത് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. വെരിഫൈ ഗ്രീൻസ് തിയറം എന്നാണ് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു റിമാർക്ക് നോക്കാം. നമ്മളിപ്പോൾ ഗ്രീൻസ് തിയറം പറഞ്ഞത് ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ആയിരുന്നു അല്ലേ, ഡി എ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് എഴുതാം അല്ലേ. കാരണം എഫ് എന്ന് പറഞ്ഞാൽ പി ഐ പ്ലസ് ക്യൂ ജെയും അതുപോലെ തന്നെ ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി ഐ എക്സ് പ്ലസ് ഡി വൈ ജെ എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയും. ഇതിനെ വെക്റ്റർ ഫോമിലേക്ക് എഴുതുകയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് നമ്മൾ ഈ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇതൊക്കെ നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ. കേൾ എഫ് എന്നുള്ളത് എന്തായിരുന്നു, കേൾ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ആയിരുന്നു അല്ലേ. ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഐ ജെ കെ ഇങ്ങനെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്, ഇവിടെ ഏതായിരുന്നു പി ക്യൂ ആർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇങ്ങനെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രീൻസ് തിയറത്തിൽ ക്യൂവും പിയും മാത്രമേ ഉള്ളൂ അല്ലേ. ആർ എന്നുള്ള കമ്പോണന്റ് ഇല്ലാതെ എന്താണ്, 0 ആണ്. കെ കമ്പോണന്റ് 0 ആണ്. അപ്പോൾ നമുക്ക് പി ക്യൂ 0 ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വെക്റ്ററിൽ 2 വേരിയബിൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇനി ഇതിനെ ഐ ഇൻറ്റു ഈ ടേം ചെയ്യുമ്പോൾ ഇതുണ്ടാവില്ല അല്ലേ. അതായത് ഡോ വൈ 0 ഇതും 0 ആയി പോകും, അത് 0 ആയി പോകും. നെക്സ്റ്റ് ജെ ചെയ്യുമ്പോഴും 0 ആയിരിക്കും. കെ എന്നുള്ള കമ്പോണന്റ് ഉണ്ടായിരുന്നു. കെ വന്നിരുന്നത് നമ്മൾ ചെയ്തപ്പോൾ ഡോ ക്യൂ ബൈ, ഇവിടെ കെ എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ എന്ത് വരും, ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്ന് വരും അല്ലേ, ഇൻറ്റു കെ എന്ന് വരും. അതായത് ഇതിന്റെ കെ കമ്പോണന്റ് ആയിരുന്നു നമുക്ക് ആൻസർ കിട്ടിയിരുന്നത്. കേൾ എഫ് ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ പ്ലേസിൽ, അതായത് ഇതിന്റെ പ്ലേസിൽ എന്ത് എഴുതാം, ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, കേൾ എഫ് ആണ് അല്ലേ. കേൾ എഫ് ഡോട്ട് എന്ത് കൂടെ ഉണ്ട്, കെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ വെക്റ്റർ ഫോമിൽ ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. ഇതിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, കേൾ എഫ് ഡോട്ട് കെ എന്ന് കൊടുക്കാം, കെ ഡി എ എന്ന് വരും അല്ലേ. ഇങ്ങനെയാണ് ഇതിന്റെ വെക്റ്റർ ഫോം വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നോക്ക്. വെരിഫൈ ഗ്രീൻസ് തിയറം for the line integral over c xy dx plus x square dy, where c is the curve enclosing the region bounded by the parabola y equal to x square and the line y equal to x in the counter clockwise direction. Okay, അപ്പോൾ ഇത് ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലാതെ അത് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാനല്ല. അത് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള ഈ ഒരു ലൈൻ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതാണ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ വെരിഫൈ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ ഇതും ചെയ്യണം, അതുപോലെ തന്നെ ഡബിൾ ഇന്റഗ്രലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, രണ്ടും സെയിം ആണോ എന്ന് നമ്മൾ നോക്കണം. അതാണ് വെരിഫൈ ഗ്രീൻസ് തിയറം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ഫസ്റ്റ് റീജിയൻ എന്താന്ന് നോക്കണം അല്ലെ. റീജിയൻ ഇവിടെ y is equal to x square എന്നുള്ള പരാബോളയും y equal to x എന്നുള്ള ലൈനും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് റീജിയൻ എങ്ങനെ വരക്കാം. അപ്പോൾ ഞാൻ ഇവിടെ റീജിയൻ വരച്ചിട്ടുണ്ട്. y is equal to x square and the line y is equal to x1. y is equal to x square എന്ന് പറഞ്ഞാൽ പരാബോള എങ്ങനെയാണ് വരിക. അതുപോലെ തന്നെ y is equal to x എന്നുള്ള ലൈൻ നമ്മൾ ഒരുപാട് വരച്ചതാണ്. അപ്പോൾ എക്സിനും വൈനും സെയിം വാല്യൂ ആയിരിക്കും അല്ലേ. എക്സിന് 0 ആകുമ്പോൾ വൈയും 0 ആയിരിക്കും, x 1 ആകുമ്പോൾ വൈയും 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു രണ്ട് കർവ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ ലൈനും അതുപോലെ തന്നെ പരാബോളയും വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതാ റീജിയൻ കിട്ടുക, ഇതായിരിക്കും. കാരണം 0 0ലും 1 1ലും ഇതെന്താണ് കൂട്ടിമുട്ടുന്നുണ്ട് ഇത് രണ്ടും അല്ലേ. 0 0 എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ, അതുപോലെ തന്നെ 1 1. എക്സിന് 1 കൊടുക്കുമ്പോൾ y ഈക്വൾ ടു എക്സ് ആകുമ്പോൾ വൈക്കും 1 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്തായിരിക്കും, y ഈക്വൾ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു റീജിയൻ 0 0 1 1 ഉള്ളത് എന്താണ്, ഇന്റർസെക്ഷൻ പോയിന്റ് ആണ്, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ അത് കിട്ടി. ഈ
ഇന്റഗ്രേഷന്റെ പാത്ത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അതായത് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്റഗ്രേഷന്റെ പാത്ത് തന്നെ ഇവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തന്നിട്ടുണ്ട്, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് അല്ലേ. അതായത് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഈ ഒരു 1-1 1-1 വീണ്ടും ഈ താഴേക്ക് തന്നെ വരികയാണ്. അങ്ങനെയാണ് റീജിയൻ പോകുന്നത്. അപ്പോൾ ആ പാത്ത് സി ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതുവരെ, അതായത് 0-0യിൽ നിന്ന് 1-1 വരെയുള്ളതിനെ C1 എന്നുള്ള പാത്തായിട്ടും 1-1ൽ നിന്ന് വീണ്ടും 0-0യിലേക്കുള്ള പാതിനെ നമുക്ക് C2 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അതായത് ടോട്ടൽ പാത്ത് എന്ന് പറഞ്ഞാൽ C ആണ്, C1 യൂണിയൻ C2. അപ്പോൾ C1 എന്ന് പറഞ്ഞാൽ എന്താണ്, 0-0യിൽ നിന്നും 1-1ലേക്കുള്ളതും, അതുപോലെ C2 എന്ന് പറഞ്ഞാൽ 1-1ൽ നിന്നും വീണ്ടും 0-0യിലേക്ക് താഴേക്ക് വരെ അല്ലേ, ആ പാത്താണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് C1 അല്ലേ, C1ന് പാരാമെട്രിക് ഇക്വേഷൻ എഴുതാം. സപ്പോസ് C1ന് x = t എന്ന് കൊടുത്തു. x = t ആണെന്നുണ്ടെങ്കിൽ y എന്തായിരിക്കും, y എന്താണ് C1 വരുന്നത്, C1 ഉള്ള ഭാഗത്ത് ഇങ്ങനെയാണ് അല്ലേ. അതായത് ഈ കർവാണ്, ഈ പരാബോളയുടെ ഒരു പോർഷൻ ആണ് വരുന്നത്, y = x² എന്നുള്ള പരാബോളയുടെ. അപ്പോൾ അവിടെ ഞാൻ x = t എന്ന് കൊടുത്ത y എന്ത് വരും, y = t² ആണ് അല്ലേ. കാരണം എന്താണ്, y = x² ആണ്, x-ന് t കൊടുത്താൽ y എന്ത് വരും, t² എന്ന് വരും. ആൻഡ് t വാരീസ് ഫ്രം എവിടുന്ന് എങ്ങോട്ടാണ്, 0യിൽ നിന്നും 1 വരെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 0 ≤ t ≤ 1. അതാണ് പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് C1 കിട്ടി. ഓക്കെ, ഇതിന്ന് dx എന്ത് എഴുതാം, dx = dt, അതുപോലെ തന്നെ dy = 2t dt എന്ന് എഴുതാം അല്ലേ. ഇനി നെക്സ്റ്റ് അതുപോലെ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് C2ന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താണ്, y = x എന്നുള്ളതാണ്, ലൈനാണ് വരുന്നത്, y = x എന്നുള്ളത്. അപ്പോൾ നമുക്ക് പോട്ട് x = t എന്ന് കൊടുത്താൽ y എന്ത് വരും, y = t തന്നെ വരും അല്ലേ. അപ്പോൾ ഇവിടെ dx എന്താണ്, dx = dt ആൻഡ് dy = dt. ഇവിടെ എന്താണ്, t വാരീസ് ഫ്രം 1 to 0 ആണ് അല്ലേ. അവിടുന്ന് താഴത്തോട്ടാണ് പോയിരുന്നത്, അതായത് 1ൽ നിന്നും ഇവിടെ 1-1 ഉള്ള റീജിയനിൽ നിന്ന് താഴത്തോട്ടാണ്, അതായത് 1 ≤ t ≤ 0 എന്ന് വരും. അതാണ് റീജിയൻ വരുന്നത്. ഇത്രയും കിട്ടി, C1 C2 കിട്ടി. നമുക്ക് ഈ ഇന്റഗ്രലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആദ്യം. ഇതും അതുപോലെ തന്നെ ഡബിൾ ഇന്റഗ്രലും ഈക്വൽ ആണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്റഗ്രൽ ഓവർ C xy dx + x² dy ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ p എന്ന് പറഞ്ഞാൽ എന്താണ്, p of xy എന്ന് പറഞ്ഞാൽ എന്താണ്, xy ആണ് അല്ലേ. അതുപോലെ q of xy എന്ന് പറഞ്ഞാൽ എന്താണ്, x² ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്, p യും q തന്നിട്ടുണ്ട്. ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ഓവർ C1, നെ നമ്മൾ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തില്ലേ, C1 xy dx + x² dy + ഇന്റഗ്രൽ ഓവർ C2 xy dx + x² dy വരും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഈ ഇന്റഗ്രേഷനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, xy dx + x² dy വരും. ക്ലിയർ ആയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, എക്സിന്റെ പ്ലേസിൽ ഈ ഒരു C1 ഉള്ള കേസിൽ x എന്താണ്, t ആണ്, y t² ആണ്, അതിന് dx എന്താണ്, dy എന്താണ്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ C2ന്റെ കേസിൽ എന്താണ് വരുന്നത്, അത് ഇവിടെയും കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈക്വൽ ടു ഫസ്റ്റ് എന്ത് എഴുതും, ഇന്റഗ്രൽ ഓവർ C1 അല്ലേ. C1 എന്ന് പറഞ്ഞാൽ അതിന്റെ ലിമിറ്റ് എവിടെ വരുന്നത്, 0 to 1 ആണ്, t വാരി ചെയ്യുന്നത്. അപ്പോൾ 0 to 1 എക്സിന്റെ പ്ലേസിൽ എന്താ വരുന്നത്, C1ന്റെ പാരാമെട്രിക് ഇക്വേഷൻ t ആണ്. അതുപോലെ y എന്താണ്, t² ആണ്, t × t² എന്ന് വരും അല്ലേ. dx എന്താണ്, dx എന്ന് പറഞ്ഞാൽ dt ആണ്. അതുപോലെ പ്ലസ് x² എന്ന് പറഞ്ഞാൽ എന്ത് വരും, x² എന്ന് പറഞ്ഞാൽ t². dy എന്താണ്, dy എന്ന് പറഞ്ഞാൽ 2t dt. അപ്പോൾ C1ന്റെ കേസായി. പ്ലസ് അതുപോലെ എന്ത് എഴുതാം, ഇന്റഗ്രൽ ഓവർ C2 അല്ലേ. C2ന്റെ വാരി ചെയ്യുന്ന എവിടെയാണ്, 1 to 0 ആണ് അല്ലേ. 1 to 0 എന്ത് വരും, ഇവിടെ എക്സിന്റെ പ്ലേസിൽ എന്താ വരുന്നത്, t ആൻഡ് y യും t ആണ്. അപ്പോൾ എന്ത് വരും, t × t എന്ന് വരും അല്ലേ. t × t dx എന്തായിരുന്നു, dt ആൻഡ് t × t dt പ്ലസ് x² എന്ന് പറഞ്ഞാൽ എന്ത് വരും, x² എന്ന് പറഞ്ഞാൽ t² dt എന്ന് വരും. ആയില്ലേ, ഇത്രയും എഴുതിയത് ക്ലിയർ ആയില്ലേ. ഇനി നമ്മൾ ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 0 to 1 ഇവിടെ ഒരു t³ dt ആണ്, t³ dt ഇവിടെ എന്തുണ്ട്, t യും t² ഉം t³ ആവും അല്ലേ. അപ്പോൾ എന്ത് വരും, 3t³ dt എന്ന് വരും. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് t³ ആണ്, t³ dt പ്ലസ് t³ 2dt എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും, 3t³ dt എന്ന് വരും. പ്ലസ് അതുപോലെ തന്നെ എന്ത് വരും, ഇന്റഗ്രൽ 1 to 0 ഇവിടെ എന്തുണ്ട്, 2t² dt എന്ന് വരും. ഓക്കെ, t
ടി സ്ക്വയർ ഡി ടി ഇൻറ്റു ടി സ്ക്വയർ ഡി ടി ഇൻറ്റു 2t സ്ക്വയർ ഡി ടി വരും ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 3t ക്യൂബ് ഡി ടി മൈനസ് ഇതിന് ഇൻറ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ തരും 1 to 0 എന്നുള്ളതിന് 0 to 1 ആവും അല്ലേ ഒരു മൈനസ് ഔട്ട് സൈഡ് എടുക്കുക 2t സ്ക്വയർ ഡി ടി വരും ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ഈക്വൽ ടു 3t raised to 4 by 4 0 1 മൈനസ് 2t ക്യൂബ് ബൈ 3 0 1 അല്ലേ ഈക്വൽ ടു ഇത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 by 4 എന്ന് വരും മൈനസ് ഇത് കൊടുക്കുമ്പോൾ 2 by 3 എന്ന് വരും അല്ലേ അതായത് ഈക്വൽ ടു 9 മൈനസ് 8 by 12 വരും 9 മൈനസ് 8 by 12 എന്ന് പറഞ്ഞാൽ 1 by 12 ആണ് ആൻസർ വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇൻറ്റഗ്രൽ ഓവർ 1 by 12 ആണ് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇൻറ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ is equal to 1 by 12 ആണ് കിട്ടി അതായത് അതിൻ്റെ സിംഗിൾ ഇൻറ്റഗ്രേഷൻ 1 by 12 ആണ് കിട്ടി അതിപ്പോൾ നമ്മൾ വരച്ചത് ക്ലിയർ ആയില്ലേ ആദ്യം നമ്മൾ പരാബോളയും ലൈനും തന്നിരുന്നു അതിൽ നമ്മൾ എന്ത് ചെയ്തു റീജിയൻ എവിടെയാണോ വരുന്നതെന്ന് എടുത്തു സി എന്നുള്ള ഒരു പാത്താണ് നമുക്ക് കിട്ടിയത് ഇൻറ്റഗ്രേഷൻ്റെ പാത്തിൽ അതിനെ C1 C2 എന്നുള്ള രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഇതിൽ C1 എന്ന് പറയുന്നത് പരാബോള ആയിരുന്നു അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ x ഈക്വൽ ടു ടി കൊടുത്തപ്പോൾ y ഈക്വൽ ടു ടി സ്ക്വയർ അതിൻ്റെ ഡി എക്സ് ഡി വൈ ഏതാണ് ചേഞ്ച് വരുന്നത് അതൊക്കെ ടി വാരി ചെയ്യുന്ന ലിമിറ്റും കണ്ടെത്തി അല്ലേ അതിനുശേഷം C2 അതുപോലെ തന്നെ കണ്ടെത്തി പിന്നെ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈനെ C1 പ്ലസ് C2 എന്നായിട്ട് രണ്ടിനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അപ്പോൾ C1ൻ്റെ എല്ലാ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് അതിന് കൊടുക്കുക C2ൻ്റെ അത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻറ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു 1 by 12 ആണ് കിട്ടും ഓക്കെ ഇനി അതുപോലെ നമുക്ക് എന്താണ് കിട്ടേണ്ടത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈയും 1 by 12 ആണ് കിട്ടണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഇത് ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യുന്നുണ്ട് എന്ന് എഴുതാം അല്ലേ ഇനി നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടി നമുക്ക് റീജിയൻ കിട്ടിയായിരുന്നു ഇപ്പോൾ അല്ലേ റീജിയൻ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു കർവായിരുന്നു y is equal to x സ്ക്വയർ എന്നുള്ള ഒരു പരാബോളയും അതുപോലെ തന്നെ y is equal to x എന്നുള്ള ഒരു ലൈനും ഇതായിരുന്നു റീജിയൻ വന്നിരുന്നത് അപ്പോൾ നമ്മൾ ഡബിൾ ഇൻറ്റഗ്രൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ആദ്യം റീജിയൻ വരക്കും അതിനുശേഷം നമ്മൾ വൈൻ്റെയും എക്സിൻ്റെയും ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വൈൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിരുന്നു അല്ലേ വെർട്ടിക്കൽ ലൈൻ എൻട്രി ചെയ്യുന്ന ഈ ഒരു കർവ് ഏതാണോ അതിന് നമ്മൾ അതിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ടും അത് ലീവ് ചെയ്ത് പോകുന്നതിന് അപ്പർ ലിമിറ്റ് ആയിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് അല്ലേ അതായത് ഇതാണ് എൻട്രി ചെയ്യുന്നത് അതാണ് ലീവ് ചെയ്ത് പോകുന്നത് അപ്പോൾ വൈൻ്റെ ലിമിറ്റ് കിട്ടി അതുപോലെ തന്നെ എക്സിൻ്റെ ലിമിറ്റ് എന്താ വരിക എക്സ് എന്ന് പറഞ്ഞാൽ 0 to ഈ ഒരു റീജിയനിലൂടെയാണ് 1 1 അപ്പോൾ ഈ ഒരു റീജിയൻ കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് എക്സിൻ്റെ ഏത് പോയിന്റ് ആണ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 1 അല്ലേ അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കിട്ടും അപ്പോൾ നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ടു എക്സ് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ അല്ലേ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈക്വൽ ടു ഇവിടെ പി എന്തായിരുന്നു പി എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ് അതുപോലെ തന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് അല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു അപ്പോൾ പിയും ക്യൂവും കിട്ടി അതിന് ശേഷം നമ്മൾ ഡോ ക്യൂ ബൈ ഡോ എക്സ് എങ്ങനെ എഴുതാം ഡോ ക്യൂ ബൈ ഡോ എക്സ് is equal to 2x ആ വരിക അല്ലേ അതുപോലെ ഡോ പി ബൈ ഡോ വൈയോ ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആ വരുന്നത് ഓക്കെ ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആ വരുന്നത് അപ്പോൾ നമുക്കത് ഇവിടെ കൊടുക്കാം ഈക്വൽ ടു എന്ത് വരും ഇൻറ്റഗ്രൽ 0 to 1 ആൻഡ് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ടു എക്സ് ഡോ ക്യൂ ബൈ ഡോ എക്സിൻ്റെ പ്ലേസിൽ എന്ത് എടുക്കാം 2x മൈനസ് എക്സ് ഡി എക്സ് അപ്പോൾ നമുക്ക് ഡോ ക്യൂ ബൈ ഡോ എക്സിൻ്റെ പ്ലേസിൽ എന്ത് എടുക്കാം 2x അല്ലേ മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഡി എന്ന് വരും അല്ലേ എന്ത് 2x മൈനസ് എക്സ് ഡി എന്ന് വരും അല്ലേ ഈക്വൽ ടു എന്ത് എഴുതാം ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ടു എക്സ് 2x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡി എന്ന് വരും അല്ലേ എക്സ് ഡി എന്ന് പറഞ്ഞാൽ ഡി വൈ ഡി എക്സ് ആണ് വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അതിനുശേഷം എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അപ്പോൾ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സിൽ വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും എക്സ് വൈ എന്ന് വരും അല്ലേ എക്സ് വൈ വിത്ത് എക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും നമ്മൾ എന്ത് ചെയ്യുക വൈൻ്റെ പ്ലേസിൽ എക്സ് കൊടുക്കുക അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് വരും എന്നിട്ട് എന്ത് ചെയ്യുക അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അപ്പോൾ ഈക്വൽ ടു എന്ത് വരും ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു വൈ അല്ലെ വൈ എന്താണ് എക്സ് ആണ് അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് വരും മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് എന്ന് വരും എക്സ് ക്യൂബ് ഡി എക്സ് വരും
ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x³ / 3 - x⁴/4 വിത്ത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് അല്ലേ ഈക്വൽ ടു 1/3 - 1/4 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 1/3 - 1/4 എന്ന് പറഞ്ഞാൽ 4 - 3/12 വരും. അതായത് 1/12 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഡബിൾ ഇൻറ്റഗ്രലിൻ്റെ ആൻസർ എന്താണെന്ന് കിട്ടി? 1/12 ആണ് കിട്ടി. സിംഗിൾ ഇൻറ്റഗ്രൽ നമ്മൾ ചെയ്തപ്പോഴും 1/12 ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ? therefore ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ അല്ലേ. ഇവിടെ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? എക്സ് വൈ ഡി എക്സ് പ്ലസ് x² dy ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ അല്ലേ. ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? 1/12 ആണ്. അപ്പോൾ ഇത് ഗ്രീൻസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നത്.